So നമുക്ക് നെക്സ്റ്റ് ഇനി മൊഡ്യൂൾ 3 പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഇൻട്രപ്റ്റ്സ് ഇൻ 8086. സോ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഇൻട്രപ്റ്റ്സ്, എന്നിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രപ്റ്റ്സ് നോക്കാം. സോ എന്താണ് ഫസ്റ്റ് ഇൻട്രപ്റ്റ്? ദ ഇൻട്രപ്റ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻട്രപ്റ്റിംഗ് ദ നോർമൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ടു ക്യാരി ഔട്ട് എ സ്പെസിഫിക് ടാസ്ക് ഓർ വർക്ക്. ഒരു സ്പെസിഫിക് ടാസ്ക് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നോർമൽ പ്രോഗ്രാം എക്സിക്യൂഷനെ ഇൻട്രപ്റ്റ് ചെയ്യുക, തടസ്സപ്പെടുത്തുന്നതിനെ പറഞ്ഞ പ്രോസസ്സാണ് എന്ത് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. സോ 8086 നമുക്ക് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രപ്റ്റ്സ് പഠിക്കാനുണ്ട്. മെയിൻലി ഇൻട്രപ്റ്റ് നമുക്ക് പറയാൻ പോകുന്ന ഫോളോയിങ് വേവ്സ് കാരണം ഉണ്ടാവും. എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്റ്റേണൽ സിഗ്നൽ ജനറേറ്റഡ് ബൈ എ പെരിഫറൽ, ഒരു പെരിഫറൽ നിന്നുണ്ടാവുന്ന ഒരു എക്സ്റ്റേണൽ സിഗ്നൽ കാരണം ഇൻട്രപ്റ്റ് ഉണ്ടാവാം. അല്ലെങ്കിൽ ബൈ ആൻ ഇൻട്രപ്റ്റ് ജനറേറ്റഡ് ബൈ എ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഇൻ ദ പ്രോഗ്രാം, പ്രോഗ്രാമിൽ ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കാരണം ഒരു ഇൻട്രപ്റ്റ് ഉണ്ടാവാം. അല്ലെങ്കിൽ ബൈ ആൻ ഇന്റേണൽ സിഗ്നൽ ജനറേറ്റഡ് ഡ്യൂ ടു ഏതെങ്കിലും ഒരു എക്സെപ്ഷണൽ കണ്ടീഷൻ കാരണം ഒരു ഇന്റേണൽ സിഗ്നൽ ജനറേറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് ഇൻട്രപ്റ്റ് ഉണ്ടാകും. സോ എന്താണ് ഇൻട്രപ്റ്റ് എന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഒരു നോർമൽ പ്രോഗ്രാം എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു നോർമൽ പ്രോഗ്രാം എക്സിക്യൂഷനെ ഇൻട്രപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ എ മൈക്രോ പ്രോസസർ റിസീവ്സ് ആൻ ഇൻട്രപ്റ്റ് സിഗ്നൽ ഇറ്റ് സ്റ്റോപ്സ് എക്സിക്യൂട്ടിംഗ് ദ കറന്റ് പ്രോഗ്രാം. മൈക്രോ പ്രോസസറിന് ഒരു ഇൻട്രപ്റ്റ് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, കറന്റ് ആയിട്ട് നടന്നിരിക്കുന്ന ആ പ്രോസസ്സ് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് സേവ് ദ സ്റ്റാറ്റസ് ഓഫ് വേരിയസ് registers in stack and then the process executes a subroutine procedure. ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ആ വേരിയസ് രജിസ്റ്റേഴ്സിൻ്റെ സ്റ്റാറ്റസ് സ്റ്റാക്കിൽ സേവ് ചെയ്തതിന് ശേഷം പ്രോസസ്സർ സബ്റൂട്ടീൻ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യും. എന്തിനാണ്? ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ഓഫ് വർക്ക് റിക്വസ്റ്റഡ് ബൈ ദ ഇൻട്രപ്റ്റ്. ആ ഒരു ഇൻട്രപ്റ്റ് പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു സബ്റൂട്ടീൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ദ സബ്റൂട്ടീൻ ഓഫ് പ്രൊസീജിയർ ദാറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ റെസ്പോൺസ് വെൻ ഇൻട്രപ്റ്റ്. ഒരു ഇൻട്രപ്റ്റിൻ്റെ റെസ്പോൺസിന് വേണ്ടി ഇൻട്രപ്റ്റ് നമുക്ക് വരുമല്ലോ, ആ ഇൻട്രപ്റ്റിന് റെസ്പോൺസ് ആയിട്ട് ഒരു സബ്റൂട്ടീൻ അല്ലെങ്കിൽ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുന്ന പറയുന്ന പേരാണ് ഇൻട്രപ്റ്റ് സർവീസ് സബ്റൂട്ടീൻ, ISR എന്ന് പറയും. എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണ് ISR? 3 മാർക്കിന് ചോദിക്കും. ഇൻട്രപ്റ്റ് സർവീസ് സബ്റൂട്ടീൻ ഇസ് എ സബ്റൂട്ടീൻ ഓർ എ പ്രൊസീജിയർ ദാറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ റെസ്പോൺസ് വെൻ ഇൻട്രപ്റ്റിന് ഒരു റിപ്ലൈ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് എന്ത് ഇൻട്രപ്റ്റ് സർവീസ് സബ്റൂട്ടീൻ. At the end of ISR, the storage status of registers in stack is restored to respective registers. ISRയുടെ എൻഡിൽ നമ്മൾ രജിസ്റ്റേഴ്സിൻ്റെ സ്റ്റാറ്റസ് സ്റ്റോർ ചെയ്തില്ലേ, അതിനെന്ത് ചെയ്യും, റെസ്പെക്റ്റീവ് രജിസ്റ്റേഴ്സിലോട്ട് റീസ്റ്റോർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ദ പ്രോസസർ റിസീവ്സ് എ നോർമൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ഫ്രോം ദ പോയിന്റ് വെയർ ഇറ്റ് വാസ് ഇൻട്രപ്റ്റ്. എവിടെയാണോ അത് ഇൻട്രപ്റ്റ് അവിടെ നിന്ന് ആ പ്രോസസർ എന്ത് ചെയ്യും, നോർമൽ പ്രോഗ്രാം എക്സിക്യൂഷൻ വീണ്ടും റിസീവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻട്രപ്റ്റ്സ് ഇൻ 8086. 8086ലെ ഇൻട്രപ്റ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ജനറലി നമുക്ക് 3 വേസിൽ തന്നെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ്, സെക്കൻഡ് വെക്റ്റേർഡ് ആൻഡ് നോൺ വെക്റ്റേർഡ്, തേർഡ് മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് എന്താണ്? ദി ഇൻട്രപ്റ്റ്സ് ഇനിഷ്യേറ്റഡ് ബൈ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ബൈ സെൻഡിങ് ആൻ അപ്രോപ്രിയേറ്റ് സിഗ്നൽ ടു ദ ഇൻട്രപ്റ്റ് പിൻ ഓഫ് ദ പ്രോസസർ ആർ കോൾഡ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ്. അതായത് ഒരു എക്സ്റ്റേണൽ ഹാർഡ്വെയറിൽ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് ഒരു അപ്രോപ്രിയേറ്റ് സിഗ്നൽ ഒരു ഇൻട്രപ്റ്റ് പിന്നിലോട്ട്, നമ്മുടെ പ്രോസസ്സറിൻ്റെ ഇൻട്രപ്റ്റ് പിന്നിലോട്ട് ഒരു എക്സ്റ്റേണൽ ഹാർഡ്വെയർ വഴി ഒരു ഇൻട്രപ്റ്റ് വന്നാൽ എന്താണ്, ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ആയിരിക്കും. ദ 8086 പ്രോസസ്സർ ഹാസ് 2 ഇൻട്രപ്റ്റ് പിൻസ് ഉണ്ട്, INTR ഉണ്ട്, NMI ഉണ്ട്. ഈ 2 ഇൻട്രപ്റ്റ് വഴിയായിരിക്കും എക്സ്റ്റേണൽ ഹാർഡ്വെയറിൽ നിന്ന് നമുക്ക് ഇൻട്രപ്റ്റ്സ് വരിക. ദ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ആ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം റണ്ണിങ് ഒരു പ്രോഗ്രാമിൽ തന്നെ ഒരു ഇൻട്രപ്റ്റ് ഇനിഷ്യേറ്റ് ആയാൽ അതാണ് എന്ത് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഈ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സിനെ എഗെയിൻ നമ്മൾ ഇൻട്രപ്റ്റ്സ് 2ആയി ക്ലാസിഫൈ ചെയ്തു, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ. ഹാർഡ്വെയറിനെ എഗെയിൻ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, മാസ്കബിളും നോൺ മാസ്കബിളും. സോഫ്റ്റ്വെയറിനെ നമുക്ക് 256 ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സും വീണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വെക്റ്റേർഡ് ആൻഡ് നോൺ വെക്റ്റേർഡ് എന്താണ്. സോ എന്താണ് വെക്റ്റേർഡ് അല്ലെങ്കിൽ നോൺ വെക്റ്റേർഡ്? വെൻ ആൻ ഇൻട്രപ്റ്റ് സിഗ്നൽ ഈസ് അക്സെപ്റ്റഡ് ബൈ ദ പ്രോസസർ ഇഫ് ദ പ്രോഗ്രാം കൺട്രോൾ ഓട്ടോമാറ്റിക്കൽ ബ്രാഞ്ചസ് ടു ദ സ്പെസിഫിക് അഡ്രസ് then the interrupt is called vectored interrupt. ഇപ്പോൾ നമ്മുടെ ഒരു ഇൻട്രപ്റ്റ് സിഗ്നൽ പ്രോസസ്സർ അക്സെപ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക, ഈസ് അക്സെപ്റ്റഡ് ബൈ ദ പ്രോസസ്സർ. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ പ്രോഗ്രാം കൺട്രോൾ എന്ത് ചെയ്യും, പ്രോഗ്രാം കൺട്രോൾ PC എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ബ്രാഞ്ചസ് ടു എ സ്പെസിഫിക് അഡ്രസ്സിലോട്ട് എന്ത് ചെയ്യും, ബ്രാഞ്ച് ചെയ്യും. അതായത് ഒരു വെക്റ്റർ അഡ്രസ്സിലോട്ട് ഇതെന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. ദെൻ ദ ഇൻട്രപ്റ്റ്, ആ ഒരു ഇൻട്രപ്റ്റിന് എന്ത് പറയും, വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് പറയും. അതായത് ഒരു ഇൻട്രപ്റ്റ് സിഗ്നൽ പ്രോസസ്സർ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം പ്രോഗ്രാം കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ബ്രാഞ്ചസ് ടു ഒരു സ്പെസിഫിക്
പബ്ലിക് അഡ്രസ്സിലോട്ട് ഒരു വെക്റ്റർ അഡ്രസ്സിലോട്ട് ബ്രാഞ്ച് ചെയ്താൽ ആ ഇൻട്രപ്റ്റ് നമുക്ക് എന്തെന്ന് പറയാം, വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്ന് പറയും. ഓട്ടോമാറ്റിക്കലി ബ്രാഞ്ചിങ് ടു വെക്റ്റർ അഡ്രസ് ഈസ് പ്രീ ഡിഫൈൻഡ് ബൈ ദ മാനുഫാക്ചർ. ഓക്കെ, അങ്ങനെയാണ് എന്താണ് നോൺ വെക്റ്റർ ഇൻട്രപ്റ്റ്. നോൺ വെക്റ്റർ ഇൻട്രപ്റ്റ്സ് ആർ ദ interrupting device should supply the address of ISR to be executed in response to the interrupt. നോൺ വെക്റ്റർ ഇൻട്രപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഇൻട്രപ്റ്റിംഗ് ഡിവൈസ് ആണ്. അതെന്ത് ചെയ്യും, ISR the അഡ്രസ്സ് സപ്ലൈ ചെയ്യും. ഓക്കെ, ടു ബി എക്സിക്യൂട്ടഡ് ഇൻ റെസ്പോൺസ് ടു ദ ഇൻട്രപ്റ്റിന് റെസ്പോൺസ് ആയിട്ട് ISRന്റെ അഡ്രസ്സ് സപ്ലൈ ചെയ്യുന്ന ഇൻട്രപ്റ്റിംഗ് ഡിവൈസുകളെയാണ് നോൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്സ് എന്ന് പറയുക. ഓക്കെ, ഓൾ 8086 ഇൻട്രപ്റ്റ്സ് ആർ വെക്റ്റേർഡ് ആണ്. 8086ലെല്ലാം വെക്റ്റേർഡ് ആണ്. ദ വെക്റ്റർ അഡ്രസ് ഫോർ ആൻ 8086 ഇൻട്രപ്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം എ വെക്റ്റർ ടേബിളിൽ നിന്നാണ് വെക്റ്റർ അഡ്രസ്സ് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മുടെ തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ്. ഇനി ഇൻട്രപ്റ്റ്സ് ഹൂസ് റിക്വസ്റ്റ് ക്യാൻ ബി ഐദർ അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് ബൈ ദ പ്രോസസ്സർ. നമുക്കറിയാം ഇൻട്രപ്റ്റ്സ്, അതായത് മെയിൻലി പറയുന്നത് എന്താണ് മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് എന്ന് ചോദിച്ചാൽ പറയാം, പ്രോസസ്സർ അക്സെപ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്ന ഇൻട്രപ്റ്റ്സ് ആണെന്ത്, ഹൂസ് റിക്വസ്റ്റ് ക്യാൻ ബി ഐദർ അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് ബൈ ദ പ്രോസസ്സറിനെ നമുക്ക് എന്താ പറയുക, മാസ്കബിൾ ആണെന്ന് പറയാം. ഇൻട്രപ്റ്റ്സ് ഹൂസ് റിക്വസ്റ്റ് എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനോ പറ്റുന്ന പ്രോസസ്സറിൽ നിന്നുള്ള ഇൻട്രപ്റ്റ്സ് ആണ് എന്ത്, മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. ദ ഇൻട്രപ്റ്റ്സ് ഹൂസ് റിക്വസ്റ്റ് ഹാസ് ടു ബി ഡെഫിനറ്റ്ലി അക്സെപ്റ്റഡ് ഓർ പ്രോസസ്സ് ബൈ ദ പ്രോസസ്സർ ആർ കാൾഡ് നോൺ മാസ്കബിൾ. അത് ഡെഫിനറ്റ്ലി അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, ഓർ കനോട്ട് ബി റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഇൻട്രപ്റ്റ്സിന് എന്ത് ചെയ്യാം, നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് എന്ന് പറയും. അതായത് ഐദർ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ ഇൻട്രപ്റ്റ്സിനെ മാസ്കബിൾ എന്ന് പറയും. അക്സെപ്റ്റ് ചെയ്ത് ഡെഫിനറ്റ്ലി അക്സെപ്റ്റ് ചെയ്യണം, എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിജക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇൻട്രപ്റ്റ്സ് ആണ് എന്ത്, നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് എന്ന് പറയാം. whenever a request is made by a non maskable interrupter, the processor had to be definitely accept the request and service that interrupt by sending its current program and executing an ISR. Okay, next വരുന്നത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻട്രപ്റ്റ്സ് ഓഫ് 8086. നമുക്കതിനെ അഗെയിൻ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തായിട്ട്, പ്രീ ഡിഫൈൻഡ് ഇൻട്രപ്റ്റ്സ്, സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ഓഫ് 8086, ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ഓഫ് 8086. ആദ്യം പറഞ്ഞ പ്രീ ഡിഫൈൻഡ് ഒരു ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ്സ്. പ്രീ ഡിഫൈൻഡ് എന്നാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്, ഓരോ പ്രീ ഡിഫൈൻഡ് ഇൻട്രപ്റ്റ്സ് നമുക്ക് മൊത്തത്തിൽ ഒരു ടോട്ടൽ ഓഫ് 5 ഉണ്ട്. ഫസ്റ്റ് വൺ ടൈപ്പ് 0 ഇൻട്രപ്റ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് ഡിവിഷൻ ബൈ 0 വെച്ച് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യില്ലേ, കാരണം 0 വെച്ച് അൺഡിഫൈൻഡ് ആണ്, നമുക്ക് ഒരു ഓപ്പറേഷൻ പോസിബിൾ അല്ല. സോ അതൊരു ടൈപ്പ് 0 ഇൻട്രപ്റ്റ് ആണ്. അതൊരു പ്രീ ഡിഫൈൻഡ് ഇൻട്രപ്റ്റ് ആണ് മാത്തമാറ്റിക്സിലുള്ള ഡിവിഷൻ ബൈ 0. നെക്സ്റ്റ് വൺ സിംഗിൾ സ്റ്റെപ്പ്, അതൊരു ടൈപ്പ് 1 ഇൻട്രപ്റ്റ് ആണ്. അതായത് when the trap or trace flag is set to 1, this interrupt is initiated. ട്രാപ്പ് ഫ്ലാഗോ അല്ലെങ്കിൽ ട്രേസ് ഫ്ലാഗോ സെറ്റ് 1 ആയി സെറ്റ് ചെയ്ത് ഈ ഇൻട്രപ്റ്റ് ഇനിഷ്യേറ്റ് ആവും. നെക്സ്റ്റ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. അത് NMI നമ്മൾ പറഞ്ഞു. ടൈപ്പ് 2 ഇൻട്രപ്റ്റ് ആണ്. അതൊരു ലോ ടു ഹൈ ട്രാൻസിഷൻ ഓൺ ഇറ്റ്സ് NMI ഇൻപുട്ട് പിൻ വിൽ റിസൾട്ട് ഇൻ ദിസ്. അതായത് NMI ഇൻപുട്ട് പിന്നിൽ ഒരു ലോ അല്ലെങ്കിൽ ഹൈ ട്രാൻസിഷൻ വന്നാലാണ് ഈ ഒരു ടൈപ്പ് 2 ഇൻട്രപ്റ്റ് കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ ബ്രേക്ക് പോയിന്റ് ഇൻട്രപ്റ്റ് ആണ്. ടൈപ്പ് 3 ഇൻട്രപ്റ്റ് ആണ്. ദിസ് ഇൻട്രപ്റ്റ് ഈസ് യൂസ്ഡ് ടു ഇംപ്ലിമെന്റ് എ ബ്രേക്ക് പോയിന്റ് ഫംഗ്ഷൻ വിച്ച് എക്സിക്യൂട്ട്സ് എ പ്രോഗ്രാം പാർഷ്യലി ഓർ അപ് ടു ദ ഡിസൈർഡ് പോയിന്റ് വെൻ ദേ റിട്ടേൺസ് ദ കൺട്രോൾ ടു ദ യൂസർ. അതായത് ഈ ഇൻട്രപ്റ്റ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു ബ്രേക്ക് പോയിന്റ് ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. അതായത് വിച്ച് എക്സിക്യൂട്ട്സ് എ പ്രോഗ്രാം പാർഷ്യലി ഓർ അപ് ദ ഡിസൈർഡ് പോയിന്റിലോട്ട് ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യാമെന്ന് വിചാരിക്കുക. then returns the control to the user. യൂസറിലോട്ട് എന്ത് ചെയ്യും, കൺട്രോൾ റിട്ടേൺ ചെയ്യണം. അതാണ് എന്ത്, ബ്രേക്ക് പോയിന്റ്. അതായത് ഒരു ബ്രേക്ക് പോയിന്റ് ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻട്രപ്റ്റ് ആണ് എന്ത്, ബ്രേക്ക് പോയിന്റ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്ന. അതിൻ്റെ അഞ്ചാമത്തെ ഇൻട്രപ്റ്റ് എന്നാൽ ഇൻട്രപ്റ്റ് ഓൺ ഓവർഫ്ലോ. അത് ടൈപ്പ് 4 ഇൻട്രപ്റ്റ് ആണ്. ദ ഓവർഫ്ലോ ഫ്ലാഗ് വിൽ ബി സെറ്റ് ഇഫ് ദ സൈൻഡ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ജനറേറ്റ്സ് എ റിസൾട്ട് ഹൂസ് സൈസ് ഇസ് ലാർജർ ദാൻ ദ സൈസ് ഓഫ് ദ ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ നമുക്കൊരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്തെന്ന് വിചാരിക്കുക. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ എന്ന് കിട്ടിയ റിസൾട്ടിൻ്റെ സൈസ് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിനെയും കാട്ടി ലാർജർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓവർഫ്ലോ ഫ്ലാഗ് എന്ത് ചെയ്യും, സെറ്റ് ആവുകയും ഈ ഒരു ഇൻട്രപ്റ്റ് ഓൺ ഓവർഫ്ലോ എന്ത് ചെയ്യും, ഹാപ്പൻ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇൻട്രപ്റ്റ് ഓൺ ഓവർഫ്ലോ ഇൻട്രപ്റ്റ് ഓക്കർ ആവുന്നത്. ഓക്കെ, അതായത് ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ടിൻ്റെ സൈസ് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ മെമ്മറിയെ കാട്ടി വലുതാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇൻട്രപ്റ്റ് ആണ് എന്ത്, ഇൻട്രപ്റ്റ് ഓൺ ഓവർഫ്ലോ. ഓക്കെ അല്ലേ. ദ പ്രീ ഡിഫൈൻഡ് ഇൻട്രപ്റ്റ്സ് ആർ ഓൺലി ഡിഫൈൻഡ് ബൈ INTL and INTL has not provided any subroutine or procedure to be executed for these interrupts.
നെക്സ്റ്റ് വൺ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു ഇല്ലേ, പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആണ്. മെയിൻലി പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഒക്കർ ആവുന്ന ഇൻട്രപ്റ്റ്സ് ആണ്, ഇൻസ്ട്രക്ഷനിൽ തന്നെ ഉണ്ടാവുന്നതാണ് പ്രോഗ്രാം. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് അറിയാമല്ലോ, എക്സ്റ്റേണൽ ഹാർഡ്വെയറിൽ നിന്ന് ഒരു അപ്രോപ്രിയേറ്റ് സിഗ്നൽ ഒരു ഇൻട്രപ്റ്റ് പിന്നിലോട്ട് വന്നാൽ അതെന്താണ്, ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ്. ഇനി പ്രയോറിറ്റി നമ്മൾ പറഞ്ഞ ഡിവൈഡ് ബൈ സീറോ ആരെങ്കിലും പറഞ്ഞു, ഡിവൈഡ് ബൈ സീറോ ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി. സിംഗിൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹൈ ടു ലോവസ്റ്റ്, ഇങ്ങനെയാണ് എൻ്റെ ഓർഡർ. ആദ്യം ഡിവൈഡ് ബൈ സീറോ, പിന്നെ NMI നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്, INTR ഇൻട്രപ്റ്റ് മറ്റേ അത്, പിന്നെ സിംഗിൾ സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് ഇൻട്രപ്റ്റ്സ് ഓഫ് 8086. ഓക്കെ.